വർഷത്തിനിപ്പുറം അധികാരത്തിലേറുമ്പോൾ UDF സർക്കാരിന് മുന്നിൽ അനവധി വെല്ലുവിളികളാണുള്ളത്. നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതുപോലെ വനം വന്യജീവി സംഘർഷം, വിലക്കയറ്റം, ഇന്ധന പ്രതിസന്ധി, ആശുപത്രികളിലെ ചികിത്സാ പിഴവ് തുടങ്ങി സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിന് മുന്നിലുണ്ട്. ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ, പരാതികൾ ഉയർന്നു കേട്ട 10 വർഷമാണ് കടന്നുപോയത്. ഈ കഴിഞ്ഞ സർക്കാരിന്റെ പരാജയത്തിനടക്കം അത് വലിയ കാരണമായി എന്നുള്ള വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ മേഖലയെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഒന്ന്. 2, കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഈ ഇന്ധനവില വർധനവടക്കമുണ്ടാകുമ്പോൾ അതിൽ സംസ്ഥാനത്തിനാകുന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ സെസ് കുറയ്ക്കുന്ന ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിലെന്താണ് തീരുമാനം എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. മറ്റൊന്ന്, വനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഉടനടിയുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ. എന്താണ് സർക്കാരിന്റെ ലൈൻ? ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ് ആരോഗ്യം, വനം, വന്യജീവി അടക്കമുള്ള വിഷയങ്ങൾ. ഒപ്പം തന്നെ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആഘാതങ്ങളൊക്കെ ആളുകളുടെ നിത്യജീവിതത്തെ വരെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം എന്ന് ഈ സർക്കാരിന് അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകളുടെ ആഗ്രഹമാണ്. അത് സാധ്യതപ്രായമാക്കേണ്ട ഉത്തരവാദിത്തം, അതിൻ്റെ കടമ UDF സർക്കാരിനുണ്ട്. വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് ശാസ്ത്രീയമായ ബദലുകൾ ഉണ്ടാക്കും എന്നതായിരുന്നു UDFിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. എന്നാൽ അത് ഇന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ ഒറ്റമൂലിയൊന്നും അക്കാര്യത്തിലില്ല. മറിച്ച് വിശദമായ പഠനങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ശാശ്വത സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. അതിന് പെട്ടെന്ന് അത് സാധ്യമാകുമോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമാണ്. എന്നാൽ അടിയന്തരമായി ഈ നാടിറങ്ങുന്ന വന്യജീവികളെ തുരത്താനും ജനങ്ങൾക്ക് അപായ സൂചനകൾ നൽകാനുമുള്ള ഇടപെടലുകൾ, അതിനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത്തരം കാര്യങ്ങളുടെ ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആരോഗ്യ മേഖലയിൽ ചികിത്സാ പിഴവുകൾ, സിസ്റ്റത്തിൻ്റെ ഫെയിലിയറുകൾ, മറ്റ് മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, തസ്തിക സൃഷ്ടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ അഭാവം അടക്കമുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതിനും ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഒരു വെല്ലുവിളി കൂടി ഈ സർക്കാരിന് മുന്നിലുണ്ട്. ഇനിയും ദീർഘകാലം ഈ പഴയ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് ആ സിസ്റ്റം മാറ്റി പരീക്ഷിക്കാനാണ് ജനം തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി ക്രിയാത്മകമായ ഇടപെടലുകളാണ് സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ എന്ത് ഇടപെടലാണ് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.